ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് കിഴക്കേക്കോട്ടയിലെ സുനിൽ വാക്സ് മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റുള്ള സുഡ് ഇഡ്ഡലിയിലാണ്. ആ പേര് പറയുമ്പോൾ തന്നെ അറിയാമല്ലേ, ഇഡ്ഡലി വെറൈറ്റീസിൻ്റെ ഒരു മേളയാണ് അവിടെ. ഇത് ആൾറെഡി ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയയിലെല്ലാം ഇങ്ങനെ കണ്ടായിരുന്നു, ന്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവരെക്കുറിച്ച്. നല്ല അടിപൊളി വെറൈറ്റി ഓഫ് ഇഡ്ഡലീസാണ് അവരവിടെ കൊടുക്കുന്നതെന്നൊക്കെ. അങ്ങനെ യൂഷ്വലി ഞാൻ ഇഡ്ഡലിയൊന്നും അധികം കഴിക്കാറില്ല, പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ടോട്ട് ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു രക്ഷയുമില്ല കേട്ടോ. അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടാണ് ആൾക്കാരുടെ വിളിക്കുന്നത് കേട്ടോ. കസ്റ്റമേഴ്സിൻ്റെ പേരെല്ലാം എഴുതി വെക്കുന്നു. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു. ചിലവർക്ക് 5 മിനിറ്റ്, ചിലപ്പോൾ 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, എന്തൊക്കെ വന്നാലും ഇത് കഴിച്ചിട്ടേ പോകുമെന്നുള്ളൊരു രീതിയിലാണ് ആൾക്കാർ അവിടെ വരുന്നത്. കാരണം ക്വാളിറ്റി ആയിട്ടാണ് അവിടെ ഫുഡ് കൊടുക്കുന്നത്. അത് തന്നെ കണ്ടില്ലേ, അവിടെ ആവി പറക്കുന്നത് കണ്ടില്ലേ സാമ്പാറിൽ തന്നെ. അത്രയും വീട്ടിൽ നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ട് വരുന്നതാണ് കേട്ടോ ഇവർ സാമ്പാറും അതൊക്കെ. അത്രയും ക്വാളിറ്റി ഉള്ള, ഒരു മായമൊന്നും ഇല്ലാതെ നല്ല നല്ല ക്വാളിറ്റി ആയിട്ട് ഒരു അടിപൊളി ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥലം കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അത്രയും ആൾക്കാർ തന്നെ കേട്ടോ. അവർ ചെന്ന ഉടനെ തന്നെ എല്ലാവരും നല്ല ആ ഒരു കസ്റ്റമേഴ്സിന് അത്രയും റെസ്പെക്റ്റ് കൊടുത്താണ് അവർ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അവരാദ്യമേ പേര് എന്താ വേണ്ടത്, പേരൊക്കെ എഴുതി വെച്ചിട്ട് നമുക്ക് അത്രയും ഒരു ഒരു റെസ്പെക്റ്റ് തരുമ്പോഴാണല്ലോ നമുക്ക് പിന്നെ പിന്നെ അവിടെ പോകാൻ തോന്നുന്നത്. കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. ഒരു രക്ഷയുമില്ല. അത് ഒരു പൊടി ഇഡ്ഡലിയാണ് കേട്ടോ. ഗീയൊക്കെ ഇട്ട് ചെറിയ ഇഡ്ഡലി ഇങ്ങനെ സോക്ക് ചെയ്തെടുക്കുന്നത്, അത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഇഡ്ഡലി തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയുമില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ സോയ ഇഡ്ഡലി ഉണ്ട് കേട്ടോ. സോയ ഇഡ്ഡലിയുടെ അകത്ത് സോയ വെച്ചിട്ടുള്ള ഇഡ്ഡലി, അത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇതാണ് ആ സോയ വെച്ചിട്ടുള്ള കേട്ടോ. അടിപൊളി. എൻ്റെ ഫേവറേറ്റ് അത് തന്നെയാണ് കേട്ടോ. ഇത് രണ്ടുമാണ് കേട്ടോ. പിന്നെ ഗീപ്പൊടി ഇഡ്ഡലി ഉണ്ട്, അതും ഓക്കെയാണ്, എനിക്കും ഒരുവിധം ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, നമ്മുടെ സോയ ഇഡ്ഡലിയും പൊടി ഇഡ്ഡലിയും. ഒരു രക്ഷയുമില്ല. അതിൻ്റെ അകത്ത് സോയയിൽ നിന്ന് നമ്മളിങ്ങനെ കരണ്ടി വെച്ച് ഇങ്ങനെ കോരിയെടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെയ്ക്കും അങ്ങനെ അങ്ങനെ അധികം ഞാനങ്ങനെ ഒരുപാട് ഇഡ്ഡലി കഴിക്കാറില്ല, പക്ഷേ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവരുടെ ഒരു രീതികളും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടില്ലേ, അവർ അത്രയും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് അവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഫുഡ് തരുന്നുണ്ട്. അതാണല്ലോ നമുക്ക് വേണ്ടത്. അതും എനിക്ക് ഈ ഒരുപാട് പറയണമെന്നുണ്ട് കേട്ടോ, പക്ഷേ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെ തോന്നുന്നു കേട്ടോ. അതും സോയയെക്കുറിച്ച്. സോയ ആൾറെഡി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതാണ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തത്. പിന്നെ പൊടി ഇഡ്ഡലി എനിക്ക് ഇഷ്ടമായിരുന്നു. ആ പൊടി അതിൽ നല്ല രീതിയിൽ മിക്സായി, ഗീയും അതിൽ മിക്സ് ആകുമ്പോൾ ഒരു രക്ഷയുമില്ലായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. അവിടെ പോയത് എന്തായാലും വർത്താണ് കേട്ടോ. അത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആ വഴി പോവുകയാണെങ്കിൽ, കിഴക്കോട്ട വഴി പോവുകയാണെങ്കിൽ അവിടെ കയറാൻ ശ്രമിക്കുക കേട്ടോ. നല്ലൊരു ആംബിയൻസുമാണ് അവിടെ. അത്രയും ആൾക്കാരാണ്. നേരത്തെ 7:30 അവർ ഓപ്പൺ ആവും കേട്ടോ. അപ്പോൾ ഗൈസ്, ബൈ, ശുഭരാത്രി.